100 പേർ നിന്ന് കളിയാക്കി ചിരിച്ചാലും താഴത്തില്ലടാ. ബിഗ് ബോസിൽ പഞ്ച് ഡയലോഗുമായി എത്തിയ രേണുസുധിയുടെ ഈ ഒരു ഡയലോഗാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. തലവേദനയാണെന്ന് പറഞ്ഞ രേണുസുധിക്ക് അല്പസമയം വിശ്രമിക്കാൻ ക്യാപ്റ്റനായ അനീഷ് അനുവാദം കൊടുത്തിരുന്നു. എന്നാൽ ഇതിനെതിരെ തർക്കിച്ചുകൊണ്ട് അപ്പാനി ശരത്തും അഭിലാഷും രംഗത്ത് വരികയും അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് രേണുസുധി ബിഗ് ബോസ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് തനിക്ക് മരുന്ന് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് ബെഡ്റൂമിൽ ഒരു പഞ്ച് ഡയലോഗ് തമാശ മട്ടിൽ പറയുന്ന രേണുസുധിയെയാണ് പിന്നീട് പ്രേക്ഷകർ കാണുന്നത്. 100 പേർ നിന്ന് കളിയാക്കി ചിരിച്ചാലും താഴത്തില്ലടാ, രേണുസുധി ഫ്ലവർ അല്ലടാ, ഫയർ ആടാ എന്നായിരുന്നു പുഷ്പയിലെ ഡയലോഗ് കടമെടുത്തുകൊണ്ടുള്ള രേണുവിന്റെ പറച്ചിൽ. അതേസമയം ഈ സീസണിലെ ആദ്യ നോമിനേഷൻ ലിസ്റ്റിലും രേണുസുധി ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ശ്രദ്ധേയമായ മത്സരാർത്ഥികളിൽ ഒരാളായി മാറിയിരിക്കുകയാണിപ്പോൾ രേണുസുധി. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ നേടിയെടുത്ത വലിയ ശ്രദ്ധയുടെ തുടർച്ചയാണ് രേണുവിന്റെ ബിഗ് ബോസിലെ സാന്നിധ്യം. ഭൂരിഭാഗം സഹമത്സരാർത്ഥികൾക്കും അറിയാവുന്ന ഒരാൾ ഈ സീസണിൽ ഉണ്ടെങ്കിൽ അത് രേണുസുധി മാത്രമായിരിക്കും. അത്രയും വലിയ സോഷ്യൽ മീഡിയ റീച്ചാണ് രേണുസുധി ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7-ലെ ഏറ്റവും വലിയൊരു കണ്ടന്റ് മേക്കർ കൂടിയാണ് രേണുസുധി.